പോടാ. എനിക്കറിയാം എന്റെ ചന്ദ്രേട്ടനെ. ചന്ദ്രേട്ടനല്ലേ കൊട്ടേഷനുമായിട്ട് പോകുന്നത്. മുഴുവന് കേക്ക് തള്ളേ. ചന്ദ്രമോഹന്റെ പാവം ഡ്രൈവർ എറണാകുളത്തെ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നു 2 ദിവസം. എന്തിനാ? അമ്മയുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്യണ്ടേ? മകൻ ബാത്റൂമിലും ആങ്ങളെ മാർക്കറ്റിലും അതൊക്കെ പറയണ്ടേ? ഫോണൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടാ ബുദ്ധിമാന്മാര് ബന്ദിപ്പൂര് പോയത്. അവർ ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയെന്നിരിക്കും. സുൽത്താൻ ബത്തേരിയും ബന്ദിപ്പൂരും എന്റെ മകനും അങ്ങളേക്കും വിലക്കുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. അത് കറക്റ്റാ. പക്ഷേ വേറൊരു സംഗതി അതിന് ഇടയ്ക്ക് കിടപ്പുണ്ട്. അതായത് നരേന്ദ്രൻ തമ്പി ബന്ദിപ്പൂര് പോയ ദിവസം തന്നെയാണ് ചന്ദ്രമോഹനും അമ്മയുടെ പ്രിയപുത്രനും കൊട്ടേഷ സംഘവും കൂടി ബന്ദിപ്പൂര് പോയത്. പിറ്റേ ദിവസം മുതൽ നരേന്ദ്രൻ തമ്പിയെ കാണാനുമില്ല. എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാട്ടെ, ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന രസം കിട്ടും. പക്ഷേ എല്ലാ ഡിറ്റക്റ്റീവ് നോവലുകളിലും ഒന്നെങ്കിലും കുറ്റവാളികൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അതും അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടും. ഇവിടെ എന്താണോ സംഭവിക്കാൻ പോണത് ആർക്കറിയും? മഹിമേ, മഹിമേ, എടി പോത്തെ. മുകളില ഉറക്കാന്ന് തോന്നുന്നു. ആ, ഒന്ന് മാറി തന്നാ എനിക്കങ്ങോട്ട് പോവായിരുന്നു. എഴുന്നേറ്റ് മാറി കേട്ട് പറഞ്ഞ മോളെ. നിനക്ക് ആണുങ്ങളെ തീരെ വിലയില്ലല്ലേടി. പല തവണയും പോട്ടെ പോട്ടെന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിക്കുന്നു. എന്താ ജെയിംസ് കുട്ടി? കൊടുക്കട്ടെ, നിന്റെ ചേച്ചിയുടെ കാരണക്കുട്ടിയോട് പറഞ്ഞണം. നീ നിന്റെ അമ്മയ്ക്ക് പഠിച്ച് ഡിഗ്രി എടുക്കാൻ പോകുന്നറിയാം. നിന്റെ അമ്മയ്ക്ക് വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ വയ്യ, നിനക്ക് ഡ്രൈവറുടെ മുമ്പിൽ നിന്ന് മാറാൻ വയ്യ. എന്താടി കൊലം കളിപ്പിക്കുന്നോ? എന്റെ അടുത്ത് വിളിച്ചു കാണിച്ചാലുണ്ടല്ലോ ചെകിടി അടിച്ചു പിടിക്കും. എന്താ എന്താ ഇവിടെ ബഹളം? എന്താ പ്രശ്നം? നീ എന്താണ് ഇവിടെ കിടന്നാലേ? ചുമ്മാ അമ്മയുടെ മോൾക്ക് ചെവി നല്ലോണം കേൾക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇതിൽ ഉറക്കെ പറഞ്ഞതാ. നീ എന്റെ മോളെ ചീത്ത വിളിച്ചോടാ. അയ്യോ, ഇത് വല്ലതുമാണോ ചീത്തവിളി? എന്റെ കയ്യിലുള്ള ചീത്തവിളി മുഴുവൻ ഞാൻ ഇങ്ങോട്ട് ഇറക്കിയ അമ്മയും മോള് 7 കടലിൽ പോയി മുങ്ങിക്കുളിക്കണം. നിങ്ങളെ ആരെയും ഞാൻ ചീത്ത വിളിക്കില്ല. പിന്നെ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലെങ്കിൽ ഇച്ചിരി ഒച്ച കൂട്ടി പറയും, അത്രേ ഉള്ളൂ. അമ്മയോട് ഞാൻ അങ്ങനെയും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അവസരം വരും, അപ്പം നോക്കാം. പേടിച്ചു പോയി. സാരമില്ല, ഇച്ചിരി പേടിക്കുന്നത് നല്ലതാ. ഹലോ അമ്മു,
അമ്മൂല്ലേ ഫോൺ എടുത്തിരിക്കുന്നത്? അതെ. ഒരു സങ്കട വാർത്ത കേൾക്കുന്നുണ്ടല്ലോ അമ്മു. എനിക്കങ്ങോട്ട് വരണമെന്നുണ്ട്, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അമ്മു, അദ്ദേഹത്തെ കാണാനില്ല അർജുനേട്ട. തിരിച്ചു വരുമെന്ന് എനിക്ക് വാക്ക് തന്നതാ. ഇതുവരെ പറഞ്ഞ വാക്ക് തെറ്റിക്കാത്ത ആളാ. അമ്മു, നീ വിഷമിക്കണ്ട. തമ്പിസാർ തിരിച്ചു വരും. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. ഞാനിവിടെ ഇരുന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക അർജുനേട്ട. ഒരാപത്തും വരുത്താതെ കാത്തോളേന്ന്. അമ്മൂന് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയൂ. എന്നെ നിനക്കൊരു ബന്ധുവിന്റെ സ്ഥാനത്ത് കാണാമല്ലോ. അതിലാരും കുറ്റം പറയില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി അർജുനേട്ട. തമ്പിസാറിന് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചു പോവുകയോ അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. വേണ്ട അർജുനേട്ട. ഇത് സ്വത്തിനും പണത്തിനും വേണ്ടി ജീവൻ പണയം വെച്ചുള്ള പോരാട്ടമാ. അധോലോക സംഘങ്ങൾ തമ്മിലാ മത്സരം. അർജുനേട്ടൻ എന്തറിയും? അമ്മോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. എന്നെ സഹായിക്കാനും വേണ്ടി വന്ന ആളുകളുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എന്നോടൊന്ന് പറയോ? തമ്പിസാന്റെ കാര്യത്തിൽ നിനക്ക് പലപ്പോഴും മുന്നറിയിപ്പ് തന്നിട്ടുള്ളവനാ ഞാൻ. എനിക്ക് ചിലപ്പോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരും. കൽപ്പനയെ കാണാൻ വേണ്ടി പോയത് അർജുനേട്ട. ബന്ദിപ്പൂരെത്തി ഒരു രാത്രി ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്ന് ബസ്ലവാടി എന്നുള്ള സ്ഥലത്തേക്ക് പോയി. ഒരു വനപ്രദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. എന്നോട് പേടിക്കണ്ട, വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അതാ അവസാനമായിട്ട് കേട്ട ശബ്ദം. കരയല്ലേ അമ്മു, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. ഞാൻ വിളിക്കാം. വെക്കട്ടെ. ആകപ്പാടെ പ്രശ്നമാണല്ലോ ഹരി. തമ്പിയുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? പോലീസ് നായെ കൊണ്ടുവന്ന് പരിശോധന നടത്തി. ഒരിടത്തും തമ്പി ജീവനോടെ ഇല്ല, അയാളുടെ മൃതദേഹവും ഇല്ല. തമ്പിയെ കല്ല് കെട്ടി പുഴയിൽ താഴ്ത്തും എന്നല്ല ഞങ്ങളെ എഴുതി പറഞ്ഞത്. ആഴമുള്ള ഏതെങ്കിലും സ്ഥലത്ത് അവൻ മുക്കിക്കാണും. പുഴയുടെ ഓരോ മുക്കും മൂലയും സ്വന്തം കൈവെള്ള പോലെ നിശ്ചയമുള്ള ആദിവാസികളുണ്ട് അവിടെ. അവർക്ക് പോലും ഒരു സൂചനയും കിട്ടിയിട്ടില്ല. കല്ല് കെട്ടി വെള്ളത്തിൽ താഴ്ത്തിയാൽ ബോഡി വെള്ളത്തിന്റെ അടിയിൽ തന്നെ കിടക്കുമല്ലേ ഉള്ളൂ. അത് ശരിയാ. പക്ഷെ പോലീസിനായും ഫയർഫോഴ്സും ഒക്കെ നോക്കിയാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോ വലിയ കൺഫ്യൂഷൻ ആയല്ലോ. തമ്പി ചത്തോന്ന് അറിയോ ഇല്ല, യതിയെ പറ്റി ഒരു വിവരവും ഇല്ല. അവൻ എവിടെ പോയി? ആ വണ്ടി എന്ത് ചെയ്തു?
ഇതെല്ലാം ക്ലിയർ ആയി കിട്ടിയാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. തമ്പി കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതെവിടെ പോയി, അതിനെപ്പറ്റി ഒരു പിടിയില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മറ്റവന്മാരുടെ ഈ വക സംശയങ്ങളൊന്നും പറയാൻ പോകണ്ട. തമ്പിയെ യതി വകവരുത്തി, അത്ര തന്നെ. യതി എവിടെയെന്ന് ചോദിച്ചാൽ അവൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞേക്കണം. വേറെ ഏതോ കൊട്ടേഷൻ എടുത്ത് അതിന്റെ പിന്നാലെ പോയിരിക്കാന്നോട് പറഞ്ഞേക്ക്. യതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ലല്ലോ. ശരി അങ്ങളെ, അല്ലെങ്കിൽ അവന്മാർ നമുക്ക് സ്വൈര്യം തരില്ല. തമ്പിയുടെ കഥ തീർന്നു എന്ന് കേട്ടപ്പം എല്ലാം ശരിയായി വന്നു എന്ന് കരുതിയതാ. പക്ഷേ സാരമില്ല അങ്കിളെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഹായ് മാം. നീ ഇതൊരു പതിവാക്കിയിരിക്കുകയാണോ? എന്താ മാം? രാത്രി വൈകിയുള്ള ഈ വരവ് ഇതൊരു കുടുംബമാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എവിടെയെല്ലാം ഓടിയിട്ട് വരുവാന്നറിയോ? നീ എന്തിനാ അവിടെ ഇവിടെയൊക്കെ ഓടുന്നേ? നീ എന്താ മാരത്തോൺ ഓട്ട മത്സരത്തിൽ പരിശീലിക്കുന്നോ? നമ്മുടെ ബിസിനസ് എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ട് വരാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. നല്ല റിച്ച് ആയിട്ടുള്ള 2 പാർട്ട്ണർമാരെ കിട്ടിയ രക്ഷപ്പെട്ടു. നിക്ക്. നീ പാർട്ട്ണർമാരെ അന്വേഷിച്ചാണോ സുൽത്താൻ ബത്തേരിക്കും ബന്ദിപ്പൂർക്കൊക്കെ പോയത്? ഞാൻ അമ്മ എന്താ ഈ പറയുന്നേ? സുൽത്താൻ ബത്തേരിയോ? അതെവിടെയാ? നിനക്ക് സുൽത്താൻ ബത്തേരി എവിടെയാന്നറിയില്ല? ഓ, അത് വയനാട്ടിലോ മറ്റോ ഉള്ളൊരു സ്ഥലമല്ലേ? ബന്ദിപ്പൂർ എന്ന് കേട്ടിട്ടുണ്ടോ നീ? പറയടാ. ബന്ദിപ്പൂര് രാജസ്ഥാനിലാണോ? ജയ്പൂരിനടുത്ത്? നീ ഈ പറഞ്ഞ 2 സ്ഥലത്തും പോയിട്ടേ ഇല്ല? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാനെന്തിനാ അവിടെ പോകുന്നേ? ഞാനുമായിട്ട് ആ സ്ഥലത്തിന് എന്താ ബന്ധം? നീയും ചന്ദ്രേട്ടനും കൂടി എറണാകുളത്തായിരുന്നു എന്ന് പറഞ്ഞ 2 ദിവസവും നീ ശരിക്കും എവിടെയായിരുന്നടാ? എറണാകുളത്ത്. എന്നോട് കള്ളം പറയരുത്. അമ്മയോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? നീ അതിലൊരു ദിവസം സുൽത്താൻ ബത്തേരി താമസിച്ചു. ചന്ദ്രേട്ടനും നിന്റെ കൊട്ടേഷൻ സംഘം ഉണ്ടായിരുന്നു കൂടെ. അമ്മ ഞാനത് എവിടുന്ന്? തീർന്നില്ല. അടുത്ത ദിവസം നിങ്ങൾ ബന്ദിപ്പൂർ താമസിച്ചു. നരേന്ദ്രൻ തമ്പി കൽപ്പനെ കാണാനും അയാളുടെ മകളെ കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി അന്നേ ദിവസം തന്നെയാണ് ബന്ദിപ്പൂർക്ക് പോയത്. തമ്പി ഞങ്ങളും തമ്മിൽ എന്താ ബന്ധം? അയാൾ എവിടെയൊക്കെ പോകുന്നെന്നോ ആരൊക്കെ കാണുന്നെന്നോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കറിയാം. നിങ്ങൾ ബന്ദിപ്പൂർ താമസിച്ച ദിവസം നരേന്ദ്രൻ തമ്പിയെ കാണാതായത്. തമ്പിയെ വക വരുത്താനാണോടാ നിങ്ങൾ കൊട്ടേഷൻ സംഘവുമായിട്ട് പോയത്? അമ്മയോട് ഈ കല്ല് വെച്ച നുണയൊക്കെ ആര് പറഞ്ഞു? ജെയിംസ് ഊട്ടി. അവനാണോ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന ഈ നുണ വെച്ച് കാച്ചിയത്? അതെ. എന്റെ അമ്മയെ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അവൻ ഇതിനേക്കാൾ വലിയ അഭ്യാസങ്ങളുമായിട്ട് വരും. അവരെന്തിനാ നിന്നെ ഇവിടുന്ന് പുറത്താക്കുന്നത്? അത് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്നെ ഇവിടുന്ന് പുകച്ച് ചാടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഏക ആൺതരി അവനായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ എന്ന നിലയിൽ അവന്റെ കയ്യിൽ വരും ഈ വീടിന്റെ അധികാരം. അതിനുള്ള കളി അവൻ കളിക്കുന്നത്. നീയും ചന്ദ്രേട്ടനും സുൽത്താൻ ബത്തേരിക്കോ ബന്ദിപ്പൂർക്കോ പോയിട്ടേ ഇല്ല? എന്റെ അമ്മ ഇങ്ങനെ തുടങ്ങുന്നത് വലിയ കഷ്ടമാ കേട്ടോ. മറ്റാരാണെങ്കിലും വേണ്ടില്ല. അമ്മ എന്നെ സംശയിക്കാന്ന് പറഞ്ഞാ പിന്നെ എനിക്കെന്താ ഈ വീട്ടിലൊരു വില? ആ ടാക്സി ഡ്രൈവർ പറയുന്നതാണോ അമ്മക്ക് വിശ്വാസം? അതോ അമ്മയുടെ മകൻ പറയുന്നതോ? ഞാനങ്ങനെ മുഴുവൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അമ്മ വിശ്വസിച്ചു, എനിക്ക് മനസ്സിലായി.
ഇത്രേ ഉള്ളൂ അമ്മയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. ഇല്ലടാ, നീ ചുമ്മാ അതും ഇതൊന്നും പറയണ്ട. നിങ്ങൾ പോയ ദിവസം തന്നെയാണല്ലോ തമ്പിയും പോയെന്ന് ഓർത്തപ്പോ. അമ്മയെ ഞാൻ ഹോട്ടൽ ബില്ല് കാണിച്ചതല്ലേ? അമ്മ ചന്ദ്രമോഹൻ അങ്കിളിന്റെ ഡ്രൈവറെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ നരേന്ദ്രൻ തമ്പിയെ കൊന്നിട്ട് എനിക്കെന്താ ലാഭം? എന്തെങ്കിലും കിട്ടുമോ നമുക്ക്? നമ്മുടെ പ്രോപ്പർട്ടികൾ ഈടുവെച്ചതൊക്കെ തമ്പിയുടെ ബന്ധുക്കൾക്കല്ലേ കിട്ടൂ. അത് ശരിയാ. എന്നാലും ജെയിംസ് കുട്ടി അത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ. ആ തെണ്ടിയെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അമ്മ. അവൻ അധികാലം ഈ വീട്ടിൽ വാഴില്ല. തമ്പിയെ തട്ടാൻ തക്കം നോക്കി നടക്കുന്നവർ ബോംബെ അതോ ലോകത്ത് തന്നെ ദശം കണക്കിനുണ്ട്. പിന്നെ എന്തിനാ ഞാൻ? അവരെ പേടിച്ച അയാൾ മുംബൈ വിട്ട് ഓടിപ്പോന്നത് തന്നെ. അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്തിനാ അധികം? ആ കൽപ്പന തന്നെ മതിയല്ലോ. ആ, നീ പോയി വേഗം മേല് കഴിയിട്ട് വാ. എന്തെങ്കിലും കഴിക്കണ്ടേ? അമ്മ എടുത്തു വെച്ചോ, ഞാൻ ഇതാ വരുന്നു. എന്താ സാറേ? ഇവിടെ മറ്റാരുമില്ലേ? ഉണ്ട്, വിളിക്കാം. ജയ, മിസ്റ്റർ തമ്പിയുടെ വൈഫോടെ എനിക്ക് അവരോടും കൂടിയാ സംസാരിക്കാനുള്ളത്. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്താ സാർ, അങ്കിളിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല. എന്താ സാർ ഇതൊക്കെ? അങ്കിളിനെ കാണാതായിട്ട് 2 ആഴ്ചയാവുന്നു. ഞങ്ങളിവിടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. എപ്പോൾ ചോദിച്ചാലും അന്വേഷിക്കുന്നുണ്ടെന്നൊരു ഒഴുക്ക മറുപടി മാത്രമേ പോലീസിന് പറയാനുള്ളൂ. അന്വേഷിക്കുന്നുണ്ടോ? ഈ കാക്കിയിട്ടെന്ന് വെച്ച് പോലീസുകാർക്ക് ദിവ്യശക്തിയൊന്നുമില്ല. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ പ്രതിയെ പിടിച്ചങ്ങ് കോടതിയിലേപ്പിക്കാൻ. ഞങ്ങളും മനുഷ്യർ തന്നെയാ. കുറ്റവാളിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കാം. പോലീസിന് പുറകെ ചെല്ലാൻ പാകത്തിനെ അടയാളം ഇട്ടോണ്ടല്ല അവന്മാർ പോകുന്നത്. നിങ്ങൾക്ക് ചുമ്മാ ഇരുന്നങ്ങ് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി പോലീസ് വേണ്ട വിധം അന്വേഷിക്കുന്നില്ല എന്ന്. സർ, എനിക്ക് പറയാനുള്ളത് സന്തോഷ വാർത്തയൊന്നുമല്ല. എന്നുവെച്ച് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കബനി നദിയില്ലേ, കേരള കർണാടക ബോർഡർ, അവിടെ പെരിക്കല്ലൂരിനടുത്തുള്ള ഭാഗത്ത് പുഴയിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് തമ്പിയുടേതാണോ എന്നൊരു സംശയമുണ്ട്. ഒരു സംശയം മാത്രമാണ്. പോലീസിനോട് ആരെങ്കിലും ഒന്ന് വരണം, ബോഡി ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ പറ്റില്ലല്ലോ. മറ്റു ബന്ധുക്കൾ ആരെങ്കിലും? ഇല്ല, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മാൻ മിസ്സിംഗ് കേസുകളിൽ സാധാരണ നടക്കാറുള്ള പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പുഴയിൽ നിന്ന് കിട്ടിയ ബോഡിക്കും ഏകദേശം 2 ആഴ്ചത്തെ പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, മിക്കവാറും ദ്രവിച്ചു തീർന്ന അവസ്ഥയിലാണ്.
ബോഡി കണ്ട് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ബോഡിയിൽ നിന്ന് കിട്ടിയ ചില എവിഡൻസ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വേണം ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ. തമ്പിയെ കാണാതായിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളമായില്ലേ? അതെ. ആരാന്ന് വെച്ചാൽ വയനാട് പോകാൻ റെഡിയായിട്ട് സ്റ്റേഷനിലേക്ക് വരണം. സർ, എന്താടോ? മരിച്ചത് എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഒരു സൂചന? അതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയാനൊക്കൂ. നിങ്ങൾ വന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ. സർ, എന്നാലും ബന്ദിപ്പൂർ കാണാതായ ആളെങ്ങനെയാ വയനാട് കബനി നദിയില്? രണ്ടും തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസമില്ലേ സർ? എടോ, അതൊക്കെ പിന്നീട് അന്വേഷിച്ച് വിശദീകരണം കണ്ടെത്തേണ്ട കാര്യങ്ങളാ. ആരാ ഐഡന്റിഫിക്കേഷൻ വരുന്നത്? വളരെ അടുത്ത ബന്ധുക്ക് തന്നെ വേണം. വരാം സർ. സിയുടെ കൂടെ ആയിരിക്കും വയനാട്ടിൽ പോകേണ്ടത്. ഉടനെ എത്തണം സ്റ്റേഷനിൽ. ശരി സർ.